ഇന്നലെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഹരി, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ചെറിയ സ്വപ്നങ്ങളും അതിലും ചെറിയ ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ. താൻ പറയണോ? എന്റേത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാ. അതൊക്കെ കേട്ടാ ചിലപ്പോ ഹരിക്ക് വട്ടുപിടിക്കും. വട്ടുപിടിക്കട്ടെ. അടിയന്തരമായി പരിഹരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവോ? എവിടെ? നമ്മുടെ നാട്ടിൽ നിന്നേ കുറേ ദൂരെയുള്ളൊരു സ്ഥല. കുന്നുമേക്കാവ് കേട്ടിട്ടുണ്ടോ? കുന്നുമേക്കാവോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ വലിയ പ്രസിദ്ധിയുള്ള സ്ഥലമൊന്നുമല്ല. ഈ ആദിവാസികളൊക്കെ വെച്ചു പൂജിക്കുന്ന സ്ഥലം. അച്ഛനെന്നെ ഒരിക്കലും അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അന്നെനിക്ക് 10 വയസ്സോ മറ്റോ ഉള്ളൂ. കാടിനകത്ത് വെച്ച് ഒരു പൂജ, അത്രേ ഉള്ളൂ. അന്നവിടെ ദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോഴേ അച്ഛനൊരു നേർച്ച പറഞ്ഞു. എന്റെ മോളുടെ കല്യാണം കഴിയുമ്പോ എന്റെ മോളെയും ഭർത്താവിനെയും ഇവിടെ കൊണ്ടുവന്ന് ദേവിയുടെ മുന്നിൽ നിർത്തുമെന്ന്. അത് കൊള്ളാലോടോ. അപ്പൊ മോളുടെ ആഗ്രഹമല്ല, അച്ഛന്റെ ആഗ്രഹമാ. അച്ഛന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാ പിന്നെ നമ്മളത് നടത്താതിരിക്കില്ലല്ലോ. കുന്നുമ്മേക്കാവും തേടി നമ്മൾ ദേ ഇപ്പൊ തന്നെ ഇറങ്ങുന്നു. അയ്യോ അല്ല, എല്ലാവരോടും പറയണ്ടേ? അവരുടെയൊക്കെ സമ്മതം വാങ്ങണ്ടേ? എന്റെ പെണ്ണിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിന് എനിക്ക് ബാക്കിയുള്ളവരുടെ സമ്മതം എന്തിനാ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളില് ഈ പറയലൊക്കെ ഗംഭീരം. എത്ര ദിവസം കഴിഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയും. കാപ്പി കൂടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു, കുന്നുമ്മേക്കാവിൽ പോകുന്നു, ഭഗവതിയുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി, ദേ ഇതാ എന്റെ പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നങ്ങ് പറയും. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്താ, തൃപ്തിയായില്ലേ? കുന്നുമേക്കാവിലെ വേറൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? അലവാങ്ക്. അലവാങ്കോ? അതെന്താ? അത് അവിടെ മാത്രം കിട്ടുന്നൊരു പലഹാര. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു അത് അവിടുത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടാക്കൂ എന്ന്. ഇതിപ്പോ കേട്ടിട്ട് ആകപ്പാടൊരു വിചിത്രമാണല്ലോടോ. ഹരി അത് കഴിച്ചിട്ടില്ല? ഭയങ്കര കട്ടി അത് കഴിക്കുമ്പോ. പക്ഷെ കടിച്ച് വലിച്ച് ചവച്ച് തിന്നുമ്പോ എന്തൊരു ടേസ്റ്റാന്നറിയോ? 10 വയസ്സിൽ നാവില് പതിഞ്ഞ രുചി ഇപ്പൊ ഓർത്താലേ ഇപ്പോഴെനിക്കത് കിട്ടും. അപ്പൊ ലക്ഷ്യം നമ്പർ 2 അലവാങ്ക്. മിക്കവാറും എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുമ്പോഴേക്കും ഹരിസാറ് വല്ലാണ്ട് അങ്ങ് ക്ഷീണിക്കും കേട്ടോ. അതൊക്കെ ഞാൻ സഹിച്ചോളാം.